അടിപൊളിയായിട്ടുള്ള നഗരി കോട്ടൺ ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്ന ഒരു എയർലൈൻ ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു കുർത്തി അടിപൊളിയായിട്ടൊരു ഡ്രസ്സാട്ടോ. ടോട്ടൽ ഇതേണ്ട 5 ഷെയ്ഡുകളിലേക്കാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിനകത്തൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഒത്തിരി തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവന്നേക്കുന്ന പാറ്റേൺ ഉണ്ടല്ലോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കളേഴ്സ് ഡാർക്ക് അല്ലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം നമ്മൾ കുറച്ച് പേസ്റ്റൽ ചാർട്ട് ആക്കിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ രണ്ട് ടൈപ്പിലെ ഫാബ്രിക് അതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് സിക്സാക്കിന്റെ രീതിയിലേക്ക് ഇതിന്റെ വീവിംഗ് പാറ്റേൺ വരുന്നതുകൊണ്ട് ചെറിയൊരു ബുട്ടാസ് പോലെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 890 ആണ്. രണ്ട് സൈഡിലേക്കായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെന്ററിലേക്കായിട്ടുള്ള പാനൽ സെയിം തന്നെ ബാക്കിലേക്കും ഒരു സിക്സാക്കിന്റെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മീഡിയം തൊട്ടിട്ട് XXL സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പീക്കോ കളറാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ടീലായിട്ടായിരിക്കും ഇതിനകത്തേക്ക് തോന്നുന്നത്, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 890 ആണ്. ടോപ്പ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഡാർക്ക് ഒരു പീച്ചിനകത്തേക്ക് കുറച്ചൊരു ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി പാറ്റേണും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പ്രൈസ് വരുന്നത് 890. നെക്സ്റ്റ് വന്നേക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലേക്കാട്ടോ. അപ്പോൾ അതിന്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നേക്കുന്നത്. പ്രൈസ് വരുന്നത് 890. ലാസ്റ്റ് വൺ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലെമൺ യെല്ലോ ആട്ടോ. അതായത് നമ്മുടെ യെല്ലോയ്ക്കകത്തേക്ക് ചെറുതായിട്ട് ഗ്രീൻ കളറും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡ്. പ്രൈസ് വരുന്നത് 890.